ഹായ്, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ലക്ഷ്മി, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? യാത്ര എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് മാറിക്കോട്ടെ, നിരൂപ ഒന്ന് ലഗേജ് എന്നാലും ഈ ഒരു എവിക്ഷനെ കുറിച്ച് ലക്ഷ്മി ഒക്കെ അല്ലേ ഇവിടോ? അവിടെ നിൽക്കാതെ പറഞ്ഞല്ലേ, ഞാൻ ഓടി പോത്തില്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ, കുറച്ച് അങ്ങനെ എക്സൈറ്റഡ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി ബിഗ് ബോസ് യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? കണ്ടോട്ടെ, മോരെ 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 കണ്ടോട്ടെ. ദേഹത്തോട്ട് വീഴില്ല. അയ്യോ എന്നത്തോട് എന്റെ ചെരുപ്പ് കൊച്ചോ കൊച്ചിപ്പുറ കൊച്ചിപ്പുറത്ത ചേച്ചി ലക്ഷ്മി പറഞ്ഞോ. ലക്ഷ്മി ഇവിടെ ചേച്ചി പറഞ്ഞോ. സൈലന്റ് സൈലന്റ്
വോട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇത്രയും ദിവസം നിങ്ങൾ നല്ല ഹാപ്പിയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. വോട്ട് വേണ്ടി ഞാൻ ഗെയിമായിട്ട് കാണുന്നുള്ളൂ, അതിൽ ഹാപ്പിയാണ്. നന്ദി. ലക്ഷ്മി പോലെ എവിക്ഷൻ ഫെയർ ആണെന്നുണ്ടോ ചേച്ചി? എല്ലാവരും പറഞ്ഞു ലക്ഷ്മി ഫെയർ ആണ്. എവിക്ഷൻ ഏതാഴ്ച വേണമെങ്കിലും ആവാം, അങ്ങനെ മാത്രമേ കാണൂ. ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനെയാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയത്. ഗെയിമറാണ്. വീട്ടിൽ കേട്ടൂല എന്ന് പറഞ്ഞ സംഭവം ഇനി മാറ്റാൻ എന്തെങ്കിലും ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ എന്നാലും അവര് വന്നു കഴിഞ്ഞാൽ കേട്ടൂലോ? അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയം. അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം ഞാനിപ്പോ പറയുന്ന കാര്യമാണ്. ചോദിക്കണ്ടേ? എന്നോടല്ലോ ചോദിക്കണ്ടേ? എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ അനീഷ് വന്ന ഹാപ്പിയാണ്. മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. വന്ന പാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല. ആ ഒരു ഇതിൽ നിൽക്കുക. കുറെ പേർക്ക് ദൂരേന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വന്നവര് ഹായ്. എല്ലാവർക്കും ഹായ്. ലക്ഷ്മി പോലെ ആദിലാനൂറിനെ പറഞ്ഞതുകൊണ്ടാണോ പുറത്തായത്? കളിക്കുന്നുണ്ട്. അല്ല സാബുമോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമല്ല. ഈ അനുമോടെ പിയാവർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ഞാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അതൊക്കെ ആ കാരണം കൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ട്. ലക്ഷ്മി അതേപോലെ തന്നെ ലക്ഷ്മിയുടെ എനിക്ക് ഭയങ്കര ആഘോഷം. ചില ആളുകളുടെ ബാക്കിയുള്ളവരുടെ കാര്യമാണ് എന്നെ ചോദിക്കുന്നില്ല. അത് എനിക്ക് മനസ്സിലാവും. ലക്ഷ്മിക്കെതിരെയാണ് പറയുന്നത്. എനിക്കെന്താ കഴിഞ്ഞില്ലേ? ലക്ഷ്മിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അടിയിൽ അവരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതുകൊണ്ടാണ് ചോദിക്കാനുള്ള കാരണം. ഞാൻ വായിച്ചിട്ട് ലക്ഷ്മി മകൻ ബിഗ് ബോസ് വരെ ഞാൻ 100 ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചല്ലോ. കൺഫ്യൂഷൻ റൂമിൽ ഈ അനുമോളുടെ ബിഗ് ബോസിൽ ഒരു നാടകം ഞാനിത് ബാക്കിയുള്ള കാര്യം പറയല്ലേ. ആരെ കൂടുതൽ വെറുപ്പിക്കുന്നത് ബിഗ് ബോസിലെ? ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. അനുമോളുടെ ഈ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ നാടകം. ലക്ഷ്മി ആദ്യം പറയുന്നത് അതിലെ നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നത് ശേഷം മാറ്റി പറയണ പോലെ തോന്നിയതല്ലേ? ഫാമിലി അവിടെ വന്ന സമയത്ത് വീണ്ടും ഫിറ്റ് ഔട്ട് എടുത്തൊക്കെ പണ്ട് പറഞ്ഞു. കാര്യങ്ങൾ ഞാൻ ഞാൻ ശരിക്കും അത് തെറ്റായി പോയി തോന്നിയോ പിന്നീട്? ആരെ കൂടുതൽ വെറുപ്പിക്കുന്നത് ബിഗ് ബോസിലെ? ആരൊക്കെ ഉണ്ടാവും ബിഗ് ബോസിൽ? അമ്മേനെ കണ്ടത്? അമ്മയെ കണ്ടില്ല. വീടല്ലേ കുഞ്ഞുങ്ങളെ? വീടല്ലേ? ലക്ഷ്മി ചേച്ചി ഞാൻ റിപ്ലൈ തരത്തില്ല. സ്ഥലം പറഞ്ഞു. ഞാൻ എന്നെ റിപ്ലൈ തരത്തില്ല. ചോദിച്ചാലും തരത്തില്ല. വീട്ടിലേക്ക് പോകും. ഇല്ല പറഞ്ഞു. അല്ല ആദ്യത്തെ അവർക്ക് എവിടെയെങ്കിലും പോകണമല്ലോ. പൊക്കോട്ടെ, വിട്ടേക്ക്. എങ്ങ് ഫുഡ് കഴിക്കാമല്ലോ. അവരൊക്കെ മിസ് ചെയ്യോ? ഞങ്ങള് ഫിനാലെ എപ്പിസോഡ് ഇപ്പൊ തിരിച്ചു ലൈക്ക് ഫാമിലി അല്ലേ അവരെ?
നേരത്തെ ഉദ്ദേശിച്ച് അതായത് ലൈക്ക് ഫാമിലി അവരെല്ലാവരും ലാലേട്ടൻ സ്റ്റേജ് പങ്കിടൽ സന്തോഷമുണ്ടോ? നോക്കാതെ കമ്മല്ലേ ഓക്കെ ലക്ഷ്മി ചേച്ചി താങ്ക് യു എല്ലാവരും വന്നതിന് താങ്ക് യു. ചേച്ചി കയറി ചേച്ചി കയറി അമ്മ കയറി 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 ഒരാൾ മുന്നിൽ കയറി. ഞാനും വലിയ വേറെ ആ എന്നാ ഞങ്ങള് കാർ പോര്. എടാ ഞങ്ങള് കാർ പോര്. ഓക്കെ അമ്മ